കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസിന് സ്ഥാനക്കയറ്റം നൽകരുതെന്ന് അതിജീവിത ഇടപെടൽ അഭ്യർത്ഥിച്ച രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും അതിജീവിത കത്ത് നൽകി. തനിക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ലെന്ന് അതിജീവിത കത്തിൽ പറയുന്നു. ഹണി എം വർഗീസിന് സ്ഥാനക്കയറ്റം നൽകാൻ ഹൈക്കോടതി ശുപാർശ ചെയ്ത സാഹചര്യത്തിലാണ് കത്ത്. ഗോപിക അരവിന്ദ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകും. ഗോപിക, ഹണി എം വർഗീസിന് സ്ഥാനക്കയറ്റം നൽകരുത് എന്നാണ് ആവശ്യപ്പെടുന്നത്. അതിന് എന്തൊക്കെ കാരണങ്ങളാണ് കത്തിൽ പറയുന്നത്? ദിവ്യ, ഈ മാസം ഏപ്രിൽ തുടക്കത്തിലായിരുന്നു ഹൈക്കോടതി ഇത്തരത്തിൽ ഹണി എം വർഗീസിന് ഉൾപ്പെടെ മറ്റ് 5 പ്രിൻസിപ്പൽ ജഡ്ജിമാർക്ക് ഹൈക്കോടതിയിലെ ജഡ്ജിയാകാനുള്ള സ്ഥാനക്കയറ്റത്തിന് സുപ്രീം കോടതിയിലേക്ക് ശുപാർശ ചെയ്തിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ അതിജീവിത ഉൾപ്പെടെ അതിജീവിതയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ രാഷ്ട്രപതിക്കും അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും അതുപോലെ തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും കത്ത് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്ന കാര്യം, ഈ വിചാരണ സമയത്ത് പല കാര്യങ്ങളും ഈ അതിജീവിതയുടെ സമർപ്പിച്ച മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്രിമം കാട്ടിയെന്നും ഇതെല്ലാം ജഡ്ജിയുടെ അറിവോടുകൂടി തന്നെയായിരുന്നു. വളരെ രീതിയിലുള്ള ഈ സർക്കാർ അപ്പീലിൽ തന്നെ പറഞ്ഞിരുന്നു ഈ വിചാരണ സന്ദർഭത്തിൽ പല വീഴ്ചകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിജീവിത ഇത്തരത്തിലുള്ളൊരു കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അതിജീവിതയുടെ തന്നെ ആവശ്യപ്രകാരമായിരുന്നു ഒരു വനിതാ ജഡ്ജിയെ ഈ കേസിൽ നിയമിച്ചിരുന്നത്. എന്നാൽ അവരിൽ നിന്നും കൃത്യമായ നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ വലിയൊരു രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അതിജീവിത ഇത്തരത്തിലുള്ളൊരു കത്തും പരാതിയുമായി ഇടപെടൽ ആവശ്യപ്പെട്ട രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനുമാണ് അതിജീവിത കത്തയച്ചിരിക്കുന്നത്. ഗോപിക അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.